ഭക്ഷണ വിതരണം ചെയ്ത കണ്ടെയ്നറുകൾ കഴുകി വീണ്ടും ഭക്ഷണം നൽകിയെന്ന ആരോപണത്തിൽ നടപടിയുമായി റെയിൽവേ. ഭക്ഷണ വിതരണക്കാരനെ പുറത്താക്കിയെന്ന് റെയിൽവേ അറിയിച്ചു. കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികൾ ആരംഭിച്ചുവെന്നും പിഴ ചുമത്തിയെന്നും റെയിൽവേ എക്സിലൂടെ അറിയിച്ചു. PR അരവിന്ദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. PR അരവിന്ദ്, ഇതെന്നാണ് ഈ സംഭവം നടക്കുന്നത്? എക്സിലൂടെ പ്രചരിച്ചൊരു ദൃശ്യമാണ്. ഇത് തരത്തിലുള്ള ഒരു നടപടിയാണ് റെയിൽവേ എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസമാണ് ജോഗ്ബാനി അമൃത് ഭാരത് എക്സ്പ്രസിൽ ഈ സംഭവം നടക്കുന്നത്. ഭക്ഷണം വിതരണം ചെയ്ത കണ്ടെയ്നറുകൾ കഴുകി വീണ്ടും ഭക്ഷണം നൽകിയെന്നൊരു ആരോപണം ഉയർന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ദൃശ്യവും ആ ട്രെയിനിൽ തന്നെ ഉണ്ടായിരുന്ന യാത്രക്കാരൻ പുറത്തുവിടുകയായിരുന്നു. പിന്നീട് വലിയ പ്രതിഷേധമാണ് വിവിധ കോണിൽ നിന്ന് ഉയർന്നത്. കോൺഗ്രസ് അടക്കം ഈ വീഡിയോ ദൃശ്യം പങ്കുവച്ചുകൊണ്ട് രംഗത്തുനിന്നു. കോൺഗ്രസ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് അശ്വിനി വൈഷ്ണവ്, അതായത് റെയിൽവേ മന്ത്രി, ഇത്തരത്തിൽ റെയിൽവേ വലിയ രീതിയിലുള്ള സൗകര്യങ്ങൾ ഉണ്ടായെന്നുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരം ആവർത്തിക്കുന്നു എന്നതായിരുന്നു കോൺഗ്രസ് ഉയർത്തിയ ചോദ്യം. ഇതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ റെയിൽവേ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്. ഈ ഭക്ഷണം വിതരണക്കാരനെ പുറത്താക്കിയതായി റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികൾ ആരംഭിച്ചുവെന്നും റെയിൽവേ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ തന്നെ വലിയൊരു പിഴ ഇവർക്ക് മേൽ ചുമത്തിയിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുവെന്നും റെയിൽവേ വിശദീകരിക്കുകയാണ്. പക്ഷേ നമുക്കറിയാം, വിവിധ സ്ഥലങ്ങളിലുള്ള യാത്രകളാണ് റെയിൽവേയിൽ ഉടനീളം നടക്കുന്നത്. അപ്പോൾ ഇത്രയും വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ആഹാരം നൽകുന്നതും ആഹാരങ്ങൾ പാകം ചെയ്യുന്നതും വലിയ രീതിയിൽ ജനങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകളും റെയിൽവേയുടെ ഭാഗത്തു ഉണ്ടാകുമെന്നതാണ് കേന്ദ്ര റെയിൽവേ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ശരി, PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.